Good morning, everyone. Today we are going to discuss about the chapter number 3, Franz Roman's Countryman by William Shakespeare. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ ഫ്രാൻസ് റോമൻസ് കൺട്രിമാൻ എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത് ഷേക്സ്പിയറിൻ്റെ ഹിസ്റ്ററി പ്ലേ ആയിട്ടുള്ള ജൂലിയസ് സീസർ എന്ന് പറയുന്ന പ്ലേയിൽ നിന്നാണ്. ജൂലിയസ് സീസർ എന്ന് പറയുന്ന പ്ലേയിലെ പ്രധാന കഥാപാത്രമായിരുന്നു സീസർ. അദ്ദേഹം ആ സമയത്ത് റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന ആളാണ്. ഈ സീസറിനെ ബ്രൂട്ടസ് എന്ന് പറയുന്ന സുഹൃത്തിനാൽ അയാൾ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ബ്രൂട്ടസ് മറ്റുള്ള സേനാനായകരുമായി ഗൂഢാലോചന നടത്തുകയും സീസറിനെ കൊല ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ബ്രൂട്ടസ് എന്ന് പറയുന്നത് സീസറിന്റെ ഒരു ഉറ്റ സുഹൃത്ത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒരു സുഹൃത്തായിരുന്നു മാർക്ക് ആന്റണി. സീസർ മരണപ്പെടുകയും കൊല്ലപ്പെടുകയും സീസറിന്റെ ബോഡി ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശനത്തിന് വെക്കുകയും ചെയ്യുന്ന സമയത്ത് നടത്തുന്ന ഒരു സ്പീച്ചാണ് ഈ പറയുന്ന ഫ്രാൻസ് റോമൻ കൺട്രിമാൻ എന്ന് പറയുന്നത്. ഇത് നടത്തുന്നത് മാർക്ക് ആന്റണിയാണ്. ബ്രൂട്ടസിന്റെയും അയാളുടെ കൂടെ സീസറിനെ കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയവരുടെയും സമ്മതത്തോടു കൂടെയാണ് മാർക്ക് ആന്റണി ഈ സ്പീച്ച് നടത്തുന്നത്. ഈ സ്പീച്ച് കഴിയുന്നതോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലാകുകയാണ് ബ്രൂട്ടസ് ആണ് സീസറാണ് ശരിയെന്നും ബ്രൂട്ടസ് ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട് എന്നും ജനങ്ങൾക്ക് തിരിച്ചറിയുകയും ചെയ്യുകയാണ്. എന്നാൽ അത് മാർക്ക് ആന്റണി ഡയറക്റ്റായിട്ട് പ്രതിപാദിച്ചിട്ടില്ല. മാർക്ക് ആന്റണി വളരെ സർക്കാസ്റ്റിക്കലി ഒരു കളിയാക്കുന്ന രൂപേണയാണ് ഈ പ്രസംഗത്തിലൂടെ ബ്രൂട്ടസിന്റെ കൊലപാതകത്തിലുള്ള പങ്കാളിത്തത്തെ തെളിയിക്കുന്നത്. സോ നമുക്ക് ഈ പാഠഭാഗം ഒന്ന് കേട്ട് നോക്കാം. ലെറ്റ്സ് ബിഗിൻ. ഓക്കെ. ഫ്രാൻസ് റോമൻസ് countryman. Lend me your ears. I come to bury Caesar, not to prize him. The evil that men do leaves after them, the good is often inferred with their bonds. So let it be with Caesar. ഇവിടെ മാർക്ക് ആന്റണി പ്രസംഗിച്ചു തുടങ്ങുകയാണ്, സംസാരിച്ചു തുടങ്ങുകയാണ്. മാർക്ക് ആന്റണി ജനങ്ങളോട് പറയുകയാണ്, വളരെ പൊളൈറ്റായിട്ട് പറയുകയാണ്, ലെൻഡ് മീ യുവർ ഇയേഴ്സ്, നിങ്ങളുടെ ചെവി എനിക്ക് തരൂ. ദാറ്റ് മീൻസ് പ്ലീസ് ലിസൺ മീ, എന്നെ നിങ്ങൾ കേൾക്കൂ, ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കൂ. ഐ കം ടു ബറി സീസർ, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സീസറിനെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നോട്ട് ടു പ്രൈസ് ഹിം, അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നതിന് വേണ്ടിയിട്ടല്ല. The evil that men do lives after them, നമ്മൾ ജനങ്ങൾ ചെയ്യുന്ന എല്ലാ മോശകാര്യങ്ങളും നമ്മുടെ മരണശേഷവും നിലനിൽക്കും. The good is often interred with their bones, നല്ല കാര്യങ്ങൾ അത് മണ്ണടയുകയും ചെയ്യും, നമ്മൾ മറക്കുകയും ചെയ്യും. ചീത്ത കാര്യങ്ങൾ എന്നും നിലനിൽക്കുകയും ചെയ്യും. So let it be with Caesar, സീസറിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആവട്ടെ. Okay. The noble Brutus hath told you Caesar was ambitious. ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ബ്രൂട്ടസ് പറഞ്ഞു നിങ്ങളോട് എന്ത്? സീസർ വാസ് അംബീഷ്യസ്, അത്യാഗ്രഹിയായിട്ടുള്ള ഒരാളാണ്. ആയിരുന്നു സീസർ എന്ന്. ഇഫ് ഇറ്റ് വേർ സോ, ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫോൾട്ട്, അത് വളരെ വലിയൊരു തെറ്റാണ്. ആൻഡ് ഗ്രീവിയസ്ലി ഹാഡ് സീസർ ആൻസേർഡ് ഇറ്റ്, അങ്ങനെ ഒരു തെറ്റ് സീസർ ചെയ്തിട്ടുണ്ട് എങ്കിൽ സീസറിന്റെ ജീവിതം കൊണ്ട് തന്നെ അതിന് ഉത്തരം പറയേണ്ടി വന്നു. ബിക്കോസ് ഹി വാസ് അസാസിനേറ്റഡ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്, ഫോർ ബ്രൂട്ടസ് ഈസ് എൻ ഹോണറബിൾ മാൻ. ഞാൻ ഇവിടെ നിൽക്കുന്നത് ബ്രൂട്ടസിന്റെയും ബ്രൂട്ടസിന്റെ കൂട്ടാളികളുടെയും സമ്മതത്തോടു കൂടിയാണ്. ഫോർ ബ്രൂട്ടസ് ഈസ് എൻ ഹോണറബിൾ മാൻ, ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണ് ആര്? ബ്രൂട്ടസ് എന്ന് പറയുന്നത്. ഇവിടെ ബ്രൂട്ടസിനെ സർക്കാസ്റ്റിക്കലിയാണ് മാർക്ക് ആന്റണി ഹോണറബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ആർ ദേ ഓൾ ഹോണറബിൾ മെൻ? കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫൂണറൽ. ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നത് ഇവരുടെയൊക്കെ ഈ ഹോണറബിൾ ആയിട്ടുള്ള എല്ലാവരുടെയും സമ്മതത്തോടെ കൂടെയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. He was my friend, faithful and just to me. But Brutus says he was ambitious.
and Brutus is an honorable man. ഹിയർ അഗെയിൻ ഇവിടെ വീണ്ടും മാർക്ക് ആന്റണി ബ്രൂട്ടസിനെ കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹി വാസ് മൈ ഫ്രണ്ട് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. ഇവിടെ ഹി എന്ന് ഉദ്ദേശിക്കുന്നത് സീസറിനെയാണ്. സീസർ എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു, വിശ്വസ്തനായിരുന്നു. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. പക്ഷേ ബ്രൂട്ടസ് പറയുന്നു അയാള് അംബീഷ്യസ് ആയിരുന്നു. അംബീഷ്യസ് എന്ന് വെച്ചാൽ അത്യാഗ്രഹിയായിരുന്നു. ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. എന്തൊക്കെ പറഞ്ഞാലും ബ്രൂട്ടസ് എന്താണ്? വിശ്വസ്തനാണ്. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു സംശയം ഉദിക്കുകയാണ്, അതിലെന്തോ ഒന്ന് ഉണ്ടല്ലോ എന്ന്. He hath brought many captive home to Rome, whose ransom did the general coffers fill. Did the Caesar seem ambitious? He hath brought many captives home to Rome. Caesar ഒരുപാട് ക്യാപ്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? തുറങ്കലിൽ അടക്കപ്പെട്ടവരെ, യുദ്ധത്തിൽ തുറങ്കലിൽ അടക്കപ്പെട്ടവരെ ബ്രിങ് ടു ഹോം, അവരെ റോമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഹൂസ് റാംസം ഡിഡ് ദി ജനറൽ കൊഫേഴ്സ് ഫിൽ. അവരുടെ മോചന ദ്രവ്യം നമ്മുടെ റോമിന്റെ ഖജനാവ് നിറച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഡിഡ് ദി സീസർ സീംസ് അംബീഷ്യസ്. ഇതാണോ നിങ്ങൾ പറയുന്ന സീസർ അംബീഷ്യസ് ആണെന്ന്? ഇതിനെയാണോ നിങ്ങൾ പറയുന്നത് എന്ത്? സീസർ അത്യാഗ്രഹിയാണെന്ന്? ഇത് ജനങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, അവരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർത്തുകയാണ്, ചിന്ത വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മാർക്ക് ആന്റണി ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ആന്റണി ബ്രൂട്ടസിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, മറിച്ച് ജനങ്ങളിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജനങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. When that the poor have cried, Caesar hath wept. Ambitious should be made of stern stuff. Yet Brutus says he was ambitious. And Brutus is an honorable man. See, വീണ്ടും മാർക്ക് ആന്റണി പറയാണ്, when that the poor have cried. പാവപ്പെട്ടവർ കരയുന്ന സമയത്ത് Caesar hath wept. സീസറും തേങ്ങിയിരുന്നു. Ambitious should be made of stern stuff. തീർച്ചയായിട്ടും അത്യാഗ്രഹികൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയവരായിരിക്കണം? കരിങ്കല്ലായിരിക്കണം അവരുടെ ഹൃദയം. പക്ഷെ പാവങ്ങൾ കരയുന്ന സമയത്ത് നമ്മുടെ സീസറിന്റെ ഹൃദയവും വേദനിച്ചിരുന്നു, സീസറും തേങ്ങിയിരുന്നു. Yet Brutus says he was ambitious. ഇപ്പോഴും ബ്രൂട്ടസ് പറയുന്നത് എന്താണ്? സീസർ അത്യാഗ്രഹിയായിരുന്നു. ആൻഡ് ബ്രൂട്ടസ് ഈസ് an honorable man. എന്തൊക്കെ പറഞ്ഞാലും ബ്രൂട്ടസ് എന്താണ്? വിശ്വസ്തനാണ്. You all did see that on the Lupercal I thrice presented him a kingly crown, which he did thrice refuse. Was this ambitious? വീണ്ടും മാർക്ക് ആന്റണി ചോദിക്കുകയാണ്, you all did see that on the Lupercal. ലുപോസൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് റോമിൽ നടക്കുന്ന. ആ ഫെസ്റ്റിവൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഐ ത്രൈസ് പ്രസന്റഡ് ഹിം എ കിങ്ലി ക്രൗൺ. ഞാൻ അദ്ദേഹത്തിന് ക്രൗൺ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ആ ക്രൗൺ വെച്ച് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. വിച്ച് ഹി ഡിഡ് ത്രൈസ് റെഫ്യൂസ്ഡ്. ആ 3 തവണയും അദ്ദേഹം അത് നിരസിച്ചു. വാസ് ദിസ് അംബിഷ്യസ്? ഇതാണോ നിങ്ങൾ പറയുന്നത് അയാൾ അത്യാഗ്രഹിയാണെന്ന്? യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബിഷ്യസ്. ഇപ്പോഴും ബ്രൂട്ടസ് പറയുന്നത് എന്താണ്? അദ്ദേഹം അംബിഷ്യസ് ആണ്. ആൻഡ് ഷുവർ ഹി ഈസ് ആൻ ഓണറബിൾ മാൻ. തീർച്ചയായിട്ടും ബ്രൂട്ടസ് എന്താണ്? വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ്. ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ മാർക്ക് ആന്റണി ബ്രൂട്ടസിനെ സർക്കാസ്റ്റിക്കലി ആണ് എന്ത് ചെയ്യുന്നത്? ഹോണറബിൾ മാൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. I speak not to deprove what Brutus spoke, but here I am to speak what I do know. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ബ്രൂട്ടസ് പറഞ്ഞതിനെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല, ബട്ട് ഹിയർ ഐ ആം. പക്ഷെ ഇവിടെ ഞാൻ എന്തിനു വന്നിട്ടുള്ളതാണ്? ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. എനിക്ക് എന്താണോ അറിയുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. You all did love him once, not without cause. What cause withhold you then to mourn for him? You all did love him once. നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്നു. നോട്ട് വിത്തൗട്ട് കോസ്. ഒരു കാരണവും അന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിന് ഉണ്ടായിരുന്നില്ല. കാരണമില്ലാതെ നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. വാട്ട് കോസ് വിത്ത്ഹോൾഡ് യു ദെൻ?
വാട്ട് കോസ് വിത്ത്ഹോൾഡ് യു ദെൻ? എന്ത് കാരണമാണ് ഇപ്പൊ പിന്നെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്? ടു മോൺ ഫോർ ഹിം, അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കുന്നതിൽ നിന്നും നിങ്ങളെ എന്താണ് ഇപ്പൊ പിന്തിരിപ്പിക്കുന്നത്? ഓ ജഡ്ജ്മെന്റ് ദോ ആർ ഫ്ലഡ് ടു ബ്രിട്ടീഷ് ബീറ്റ്സ് ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ. ജനങ്ങൾക്കിപ്പോ കാരണവും നീതിയും ഒന്നും വേണ്ട, ആർക്കും ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. ബിയർ വിത്ത് മീ, മൈ ഹാർട്ട് ഈസ് ഇൻ ദ coffin there with Caesar. എന്നെ വിശ്വസിക്കൂ, എൻ്റെ ഹൃദയം സീസറിന്റെ കൂടെ ആ ശവപ്പെട്ടിക്കുള്ളിലാണ്. ആൻഡ് ഐ മസ്റ്റ് പോസ് till it come back to me. O judgment, thou art fled to brutish beasts, and men have lost their reason. ആന്റണി ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് നീതിയും അനീതിയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു, എല്ലാം മരിച്ചിരിക്കുന്നു. ആൻഡ് പീപ്പിൾ ആർ നൗ ആക്ടിങ് ലൈക്ക് ആനിമൽസ്. ഇപ്പൊ മൃഗങ്ങളെ പോലെയാണ് എന്ത് ചെയ്യുന്നത്? ജനങ്ങൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ആൻഡ് ബ്ലൈൻഡ്ലി ഫോളോയിങ് ബ്രൂട്ടസ്. ഇപ്പൊ നിങ്ങൾ ബ്രൂട്ടസിനെ അന്ധമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണങ്ങളോ നീതിയോ ഒന്നും നിങ്ങൾ ഇപ്പോൾ ജനങ്ങൾ നോക്കുന്നില്ല. Bear with me, my heart is in the coffin there with Caesar, and I must pause till it come back to me. ആന്റണി pretend to be too emotional here. ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഇപ്പൊ ഇവിടെ ആന്റണി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആന്റണി പറയാണ്, എൻ്റെ ഹൃദയം ആരുടെ കൂടെ തന്നെയാണ്? മൈ ഹാർട്ട് ഈസ് ഇൻ ദ coffin with the സീസർ. സീസറിന്റെ കൂടെ തന്നെയാണ് എൻ്റെ ഹൃദയം ഇപ്പോഴും നിലനിൽക്കുന്നത്. ആൻഡ് this woman moves crowd deeply, building sympathy and anger. ഈ സമയം ജനങ്ങള് ഇളകാൻ തുടങ്ങി, അവരുടെ മനസ്സ് മാറാൻ തുടങ്ങി, ജനങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. മനസ്സിലായി ഇവിടെ സീസറാണ് ശരിയെന്നും ബ്രൂട്ടസിന്റെ വാക്കുകളിലാണ് കളങ്കം നിലനിൽക്കുന്നത് എന്നും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി. ഈ പ്രസംഗത്തിന് ശേഷം, മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തിന് ശേഷം ജനങ്ങൾ എന്ത് ചെയ്തു? ദ ക്രൗഡ് ടേൺസ് അഗെയിൻസ്റ്റ് കോൺസ്പിറേറ്റേഴ്സ്. ഈ ഗൂഢാലോചന നടത്തിയവർക്ക് നേരെ ജനങ്ങൾ തിരികെയും ഈ ഗൂഢാലോചന നടത്തിയവർക്ക് മനസ്സിലാകുകയും ചെയ്തു, ഇനി ഇവിടെ നിന്നാൽ അത് ഞങ്ങൾക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കുകയും they realize the danger and flee from there. And Mark Antony, having successfully manipulated the crowd, emerged as a leader, gathered support from the people of Rome. He, along with Octavius, Julius Caesar's nephew, and others, led the battle which resulted in the defeat and death of conspirators. See, ഇവിടെ മാർക്ക് ആന്റണി ജൂലിയസ് സീസറിന്റെ നെഫ്യൂ ആയിട്ടുള്ള ഒക്ടേവിയസുമായി ചേർന്ന് ഈ കോൺസ്പിറേറ്റേഴ്സിന് എതിരെ യുദ്ധം ചെയ്യുകയും അതിൽ വിജയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ജൂലിയസ് സീസർ എന്ന് പറയുന്ന കഥയുടെ പ്ലേയുടെ സാരാംശം. അതിൽ നിന്നും എടുത്തിട്ടുള്ള മാർക്ക് ആന്റണിയുടെ പ്രസംഗ സ്പീച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്.